നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി. 67 പേർക്ക് 1-ാം റാങ്ക് ലഭിച്ചതോടെയാണ് പരീക്ഷാഫലം ചർച്ചയായത്. 44 പേർക്ക് 1-ാം റാങ്ക് കിട്ടാൻ കാരണമായത് അധികമായി നൽകിയ മാർക്കാണ് എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന വിശദീകരണം. വിദ്യാഭ്യാസ മന്ത്രാലയം പരാതി പരിശോധിക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എന്ത് പിഴവുണ്ടായി എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? വേണു, നീറ്റ് പരീക്ഷാഫലം ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണ്. അതായത് നിരവധി പേർക്കാണ് ഈ 1-ാം റാങ്ക് ലഭിച്ചത്. ഇതിൽ ഏതാണ്ട് 44 പേർക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചതിനെ തുടർന്ന്, അധിക മാർക്ക് നൽകിയതിനെ തുടർന്ന് 1-ാം സ്ഥാനം ലഭിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിരിക്കുന്നത്. അതായത് ഇതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം അത് പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. പരാതി കൃത്യമായി പരിശോധിച്ച നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ അതിന് മറുപടിയായി നൽകിയിരിക്കുന്നത്. ഈ പരാതി, അതായത് ഈ അധികമായി മാർക്ക് നൽകിയ കാര്യം, കഴിഞ്ഞ തവണകളിലെ ഫലം പരിശോധിക്കുമ്പോൾ 1, 2, 3 വിദ്യാർത്ഥികൾ വരെയായിരുന്നു 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ അതൊരു 2 അക്കം എന്ന ഉയർന്ന സംഖ്യയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ എല്ലാം സാഹചര്യം എന്താണ് എന്നത് കൂടിയായിരിക്കും വിദ്യാഭ്യാസ മന്ത്രാലയം പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.